നമസ്കാരം സുഹൃത്തുക്കളെ. കുറേ ആലോചിച്ചതിന് ശേഷമാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാവുന്നത്. എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം. അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, പലരുടെയും ഉള്ളിൽ പല അഭിപ്രായങ്ങളാണ്. മാധ്യമങ്ങൾക്ക് മാത്രം ഒരഭിപ്രായമാണ്, ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തു, ബോബി ചെമ്മണ്ണൂർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ വെറും മാധ്യമങ്ങളായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പരിപാടി ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ആൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെയെല്ലാം ഒരു മറ വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് ചേർക്കുക എന്നുള്ളൊരു ഒറ്റ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ പത്രസമ്മേളനമൊക്കെ ഞാൻ കണ്ടു. അദ്ദേഹം മാത്രമാണ് വ്യക്തമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ, അടിച്ചേൽപ്പിച്ചതിൻ്റെ പേരിൽ തന്നെ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് നമുക്ക് പത്രസമ്മേളനം കണ്ടാൽ തന്നെ മനസ്സിലാവും, അല്ലേ? അപ്പോൾ ഇതിലെ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ നമുക്കറിയാം. ഈ കഴിഞ്ഞ പല കേസുകളും നമ്മളത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന അന്ന് മുതൽ സർക്കാരിൻ്റെ മൗനം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അതിലെ ഇരകൾ പറഞ്ഞ ആളുകളുടെ പേരിൽ കേസെടുക്കാതെയും അതിലുള്ള പല റിപ്പോർട്ടുകളും മറച്ചു വെക്കുകയും ചെയ്ത സർക്കാരിനെ നമ്മൾ കണ്ടതാണ്. അന്ന് മൗനം പാലിച്ചിരുന്ന സർക്കാരും അതേപോലെ തന്നെ കേസെടുക്കാത്ത കോടതിയും ഇന്നൊരു വിഷയം വന്ന സമയത്ത് പെട്ടെന്നൊരു കേസെടുക്കുന്നു, ആളിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, അതിന് പത്രസമ്മേളനം കൊടുക്കുന്നു, അതിന് ജാമ്യം കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. കുറേ നാടകീയ രംഗങ്ങളല്ലേ. അപ്പോൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യണം അല്ലെങ്കിൽ ഒരാളെ ക്രൂശിക്കണമെന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി സർക്കാരും കോടതിയും ചെയ്യുന്ന ഒരു നാടകമെന്ന് ഇതിനെ പറയാൻ പറ്റുള്ളൂ. അതേസമയം ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്ത എത്രയോ ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നു. ജസ്റ്റ് ഒരു വാക്കിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ ക്രൂശിക്കപ്പെടുകയാണ്. പ്രവൃത്തിയുടെ പേരിൽ ക്രൂശിക്കപ്പെട്ട ആളുകൾ ഇന്നും ഇരകളായി തുടരുകയും അത് ചെയ്ത ആളുകൾ നല്ലവരായി തന്നെ സമൂഹത്തിൽ വിലസി നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പോലീസ് എല്ലാ കാര്യത്തിലും ഈ രീതിയിൽ ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ന് ഈ കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പോലീസിൻ്റെ ഒരു ഇടപെടൽ ഭയങ്കരമാണെന്നൊക്കെ കുറേ പാർട്ടി അനുഭാവികളൊക്കെ വന്ന് പറയുന്നത് കേട്ടു. ഇതേ പോലീസ് തന്നെയാണ് മുൻപൊരു നടൻ്റെ വിഷയത്തിലും നടനെ കാണാനില്ല, നടൻ ഒളിവിലാണ് എന്നൊക്കെ പറയുകയും പിന്നീട് കൊച്ചിയിൽ നിന്ന് തന്നെ നടൻ വന്ന് കോടതിയിൽ ഹാജരാകുകയും ചെയ്ത സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഈ സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടെ നിന്നിട്ട് ഉള്ളൊരു പരിപാടി അത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ മാധ്യമങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിനെ തെറ്റുകാരനാക്കി കാണിക്കണം എന്നുള്ള ഒറ്റ ഉറച്ച തീരുമാനത്തോടു കൂടി മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിലകൊള്ളുന്നത്. നമുക്കറിയാം 24 ന്യൂസ് ആണെങ്കിൽ പോലും ആ ഒരു ന്യൂസ് ചാനലിൽ ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ചെയ്തു എന്നവർക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഈശ്വർ പോലെയുള്ള പല ആളുകളെയും വിളിച്ചിരുത്തി അവർ പത്രസമ്മേളനം നടത്തുന്നത്. രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമായി തന്നെ തുറന്നടിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഹണി റോസിന്റെ വിമർശനം പോലെ തന്നെ ഹണി റോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കടക്കുന്നു, സഭ്യതയില്ലാത്തതാണ്, വൾഗർ ആംഗിളുകളുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ളവരുടെ വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. രണ്ട്, ഹണി റോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അമ്പലം, പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകളുണ്ട്. ആ ഡ്രസ് കോഡുകൾ സഭ്യതയും മാന്യതയും ഉള്ളതാകണം. സംസാരത്തിൽ മാന്യത ഉള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു, ഹണി റോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അത് ഹണി റോസ് അറിയണമെങ്കിൽ ഹണി റോസിനെ ബഹുമാനപുരസരം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹണി റോസിന് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കാണാൻ കഴിയും. ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് അവരോട് വളരെ ബഹുമാനപുരസരം സൂചിപ്പിക്കാനുള്ളത്. ഈ സിനിമയ്ക്ക് ആദ്യം രാഹുൽ ആശംസ നേർന്നത് എന്തുകൊണ്ടാണ്? ഈ കേസ് അതുമായി ബന്ധപ്പെട്ടതാണ് എന്ന പരാമർശം ബോച്ചയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനോട് യോജിക്കുകയാണോ?
രാഹുൽ, വസ്ത്രധാരണത്തിൽ മാന്യതയുണ്ട് എന്നുള്ളൊരു കാര്യം സത്യമല്ലേ? വസ്ത്രധാരണത്തിൽ മാന്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? പലപ്പോഴും നമ്മുടെ ചാനലുകൾക്കും മുഖ്യധാര ചാനലുകൾക്കും പറ്റുന്നത് അവർ കണ്ണടച്ച് ഇരുട്ടാക്കിയതുകൊണ്ട് ഈ ലോകം ഇരുട്ടാകുന്നില്ല. ഞാൻ ഒരു റിക്വസ്റ്റേ പറയുന്നുള്ളൂ, നിങ്ങളുടെ അടക്കം ചാനലുകളിൽ വരുന്ന ബഹുഭൂരിപക്ഷം കമന്റുകളും നോക്കുക, ആരെ പിന്തുണച്ചുകൊണ്ടാണ് ആ കമന്റുകൾ വരുന്നത് നോക്കുക. ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് സ്ത്രീജനങ്ങളിൽ പോലും വലിയൊരു വിഭാഗം. അങ്ങനെയാണെങ്കിലും രാഹുൽ, ഹണി റോസിന് ഇങ്ങനെ ചില പൊതുമധ്യത്തിൽ അപമാനം നേരിടുമ്പോൾ അവർക്ക് കേസുമായി മുന്നോട്ട് പോകാതെ മറ്റു സാഹചര്യമില്ലല്ലോ. അവരുടെ ഭാഗത്തും ന്യായം അക്കാര്യത്തിലുണ്ടല്ലോ. അവരുടെ നീതിയും സംരക്ഷിക്കപ്പെടണമല്ലോ. അല്ല, ഒരു കാര്യം കൂടെ ദയവായി ശ്രദ്ധിക്കുക. BNS പ്രകാരം 75 4 ഉപവകുപ്പ് പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് ശരിയല്ല. ഈ കാര്യത്തിൽ ആരും ബോച്ചെ ചെയ്തത് ശരിയാന്ന് പറയുന്നില്ല. ബോച്ചെ പോലും മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. ബോച്ചെ പോലും മാപ്പ് പറയാൻ അദ്ദേഹം മനസ്സ് വെച്ചതാണ്. അതോടൊപ്പം ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, അമല പോളിന്റെ ഭാഗത്തു നിന്ന്, അങ്ങനെ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു വസ്തുത നമ്മൾ മറക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ വിവാദത്തിൽ രാഹുൽ ഏത് പക്ഷത്താണ്? ഹണി റോസിന്റെ പക്ഷത്തല്ലേ? ഈ കേസുമായി ബന്ധപ്പെട്ട്, ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഏത് പക്ഷത്താണ്? ഹണി റോസിന്റെ പക്ഷത്തല്ലേ? ശരി, ആ നിലപാടും കൂടി ഒന്ന് പറയാം. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണമെന്നാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന. ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറാണ്. അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കണം. ഇനി ബോബി ചെമ്മണ്ണൂരിനെ 3 വർഷം ജയിലിലിടണമെന്നാണോ ഹണി റോസിന്റെ അഭിപ്രായം? ഈ കുന്തി ദേവിയുടെ പരാമർശത്തിന്റെ പേരിൽ 3 വർഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ അടയ്ക്കണം എന്ന അഭിപ്രായം ഹണി റോസിനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. 3 വർഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ജയിലിലടച്ച് കളയണോ? 2, ലാലേട്ടൻ, നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ആദരണീയനായ ലാലേട്ടൻ ഇതേ സെക്ഷലി കളേർഡ് റിമാർക്ക് മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ സാഹചര്യത്തിൽ ഹണി റോസിനോട് പറയുന്നത് വളരെ ചിരിച്ചുകൊണ്ട് ഹണി റോസ് കേട്ടുകൊണ്ട് നിൽക്കുകയല്ലേ? അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഈ ഇരട്ടത്താപ്പ് പലപ്പോഴും സമൂഹത്തിലെ ആൾക്കാർ ചോദ്യം ചെയ്യും. ഫെമിനിസ്റ്റുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് പുരുഷനെ വേട്ടയാടാവുന്ന മനോഭാവം പാടില്ല. അതായത് കഥൊക്കെ തിരക്കഥയല്ലേ എന്ന് പറയുന്നു. അപ്പൊ സമൂഹത്തിൽ ഇത്തരം ഇരട്ടത്താപ്പുകൾ ഈ ലിബറലുകളുടെയും ഫെമിനിസ്റ്റുകളുടെയും സോക്കോൾഡ് പുരോഗമനവാദികളുടെയും ഭാഗത്തുനിന്ന് വരുമ്പോ മറുഭാഗത്ത് എതിർപ്രതികരണങ്ങൾ വരുന്നത് ഇവരെ ആരെയും ഒരാൾ എന്ത് ഡ്രസ്സ് ധരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ആ ആളാണല്ലോ. അയാളെ വിമർശിക്കാം, പക്ഷെ അയാൾ അത് ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ. എന്തുകൊണ്ട് ഹണി റോസിന് ഇഷ്ടമുള്ള ഡ്രസ്സ്, വസ്ത്രം അവർക്ക് ധരിച്ചുകൂടാ? ദയവായി ചോദ്യം മനസ്സിലായിട്ട് പറയാണ്. ദയവായി ശ്രദ്ധിക്കുക. അതായത് സിനിമയിലും പൊതുരംഗത്തും നിൽക്കുന്നവർ സമൂഹത്തിൽ ചില മാന്യതകളും മര്യാദകളും പാലിക്കണം. ബോച്ചെ ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് ആദ്യം വിമർശിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. കുന്തി ദേവി എന്ന ദ്വയാർത്ഥ പ്രയോഗം. ഇനി ഒരു വരി കൂടെയുണ്ട്. ബോച്ചെ പറയാൻ പോകുന്ന ഒരു ഡിഫൻസ്. ഷഫാഖ് നാസ് എന്ന ഹിന്ദി നടിയാണ് കുന്തിയായി മഹാഭാരതത്തിൽ അഭിനയിച്ചത്. സ്റ്റാർ പ്ലസിൽ വന്ന സീരിയലാണ്. ആ സീരിയലിനെ ആസ്പദമാക്കിയാണ് ഹണി റോസിനെ പരാമർശിച്ചതെന്ന് ഒരുപക്ഷെ അദ്ദേഹം പറയുമായിരിക്കും. പക്ഷേ കുന്തി ദേവി എന്ന് പറയുന്നതിന്റെ ദ്വയാർത്ഥ പ്രയോഗം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. അത് ബോച്ചെ പിൻവലിക്കണമെന്നും ബോച്ചെ പറഞ്ഞത് ശരിയായില്ലെന്നും ബോച്ചയ്ക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ബോധ്യമുണ്ട്. എന്നാൽ അതോടൊപ്പം ഈ നാടിന്റെ തന്നെ അഭിപ്രായം, നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിൽ വരുന്ന കമന്റ് നോക്കിയാൽ മതി, വൾഗറായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടോ മിതത്വമില്ലാതെയോ പലപ്പോഴും വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് പല രീതിയിൽ, എനിക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പല രീതിയിൽ ഫോട്ടോയും വീഡിയോയും ഹണി റോസിന്റെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. അത്തരം കാര്യങ്ങൾ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്ന് എല്ലാ മലയാളികൾക്കും അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അടക്കം ചാനലിൽ വന്ന് പല ആൾക്കാർക്കും പറയാനത് ധൈര്യം കാണില്ല. കാര്യം പറഞ്ഞാൽ ചാനലുകളെല്ലാം കൂടെ അവരെ ചാടിക്കടിച്ച് ഇല്ലാതാക്കും. അപ്പോ ഈ ലിബറലുകളുടെയും പുരോഗമനവാദികളുടെയും ആക്രമണം ഭയന്ന് പലരും അത് പറയാതിരിക്കും. പക്ഷേ ഞാനത് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. ഹണി റോസിനെ ബഹുമാനമാണ്, ഇഷ്ടമാണ്. എന്നാൽ മിതമായി വസ്ത്രം ധരിക്കണമെന്നും സഭ്യതയുടെ അതിർവരമ്പുകൾ നിലനിർത്തണമെന്നും പറയുന്നത് ഒരു റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസമായി ഹണി റോസ് എടുക്കും. ഹണി റോസിനെ ബഹുമാനത്തോടെയുള്ള വിമർശനമായി എടുക്കണമെന്നുള്ളതാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന. അതിന് ഉത്തരങ്ങൾ പറയാതെ അദ്ദേഹത്തിന്റെ വാക്കുകളെയും വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ പറയുന്ന മാധ്യമങ്ങളുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരും അതിൽ ഇന്റർവ്യൂ ചെയ്യാനായിട്ടിരിക്കുന്ന ആളുകളും. അവരുടെ ആരുടെ പേര് എടുത്ത് പറയുന്നില്ല. പിന്നെ ഹണി റോസ് പറയുന്നത് ഹണി റോസിനെ ബോഡി ഷേമിങ് ചെയ്തു, വ്യക്തിഹത്യ ചെയ്തു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെയാണ്. ഒരാളുടെ വൈകല്യത്തെയോ അല്ലെങ്കിൽ അയാളുടെ മറ്റെന്തെങ്കിലും കാര്യത്തെ ഒരാൾ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് പറയാം ബോഡി ഷേമിങ് ആണെന്ന് പറയാം. ഇതിപ്പോൾ നമുക്ക് ഈ പറയുന്ന എനിക്കോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്കോ പല വീഡിയോസ് കാണുന്നവർക്കും അറിയാം. ഇത് ആള് പറഞ്ഞതൊരു ചെറിയൊരു വാചകം. ആള് തന്നെ ഇപ്പോൾ രാഹുൽ ഈശ്വർ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്, മോഹൻലാൽ മോൺസ്റ്റർ എന്ന ചിത്രത്തിൽ ഇതേ സംഭവം പറയുമ്പോൾ ഹണി റോസ് ചിരിച്ചുകൊണ്ട് നിന്നു. ബോബി ചെമ്മണ്ണൂർ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നീടാണ് ഹണി റോസ് മനസ്സിലാക്കുന്നത് തെറ്റായി പോയി എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ ഇത്രയും നാൾ അദ്ദേഹത്തിനെ കോടതിയിൽ ഇടുക അല്ലെങ്കിൽ ജയിലിൽ ഇടുക എന്ന് പറയുന്നതൊക്കെ അത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ വേറൊന്നുമല്ല.
അപ്പോൾ ഈ സെക്ഷലി ഹരാസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഹണി റോസിന് തന്നെ ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ ലോകത്തിലെ, ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ആളിനെ അറിഞ്ഞുകൊണ്ട് കളിയാക്കി, ഒരാളുടെ എന്താ പറയുക വൈകല്യത്തെ കളിയാക്കിയൊന്നും അല്ല അദ്ദേഹം സംസാരിച്ചത്. ഇത് നമുക്കെല്ലാവർക്കും ദൈവം എന്താ പറയുക ശരീരത്തിന് ഓരോരോ സൗന്ദര്യം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ വിമർശിക്കും. വിമർശനങ്ങൾ ഏത് സൈഡിൽ നിന്നും വരും, എന്തിനും വരും. അതിനെ നമുക്ക് വ്യക്തിഹത്യയെന്നോ അല്ലെങ്കിൽ അവരെ സെക്ഷലി ഹരാസ് ചെയ്തെന്നോ പറയാൻ പറ്റില്ല. ഡ്രസ്സിങ്ങിന് എല്ലാവർക്കും ഒരു ഫ്രീഡം ഉള്ളതുപോലെ തന്നെ ആളുകൾക്ക് അവരുടെ അഭിപ്രായം പറയാനും അത് സ്വാതന്ത്ര്യമുണ്ട്. നല്ല അഭിപ്രായങ്ങൾ കേട്ടോ, മോശമല്ല. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഹണി റോസിൻ്റെ ഒരു ഡ്രസ്സിങ്ങിനെ പറ്റി ഹണി റോസിന് അതിനെ മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ ഹണി റോസ് അത് മനസ്സിലാക്കി തന്നെയാണ് ഡ്രസ്സ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും എല്ലാവർക്കും ഉള്ള അഭിപ്രായം സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും സെയിം അഭിപ്രായം തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്കിത് കണ്ടിരിക്കുക, ഇവർ പറയുന്ന പ്രസ്താവനകൾ കണ്ടിരിക്കുക എന്നുള്ളതൊക്കെയാണ്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇനോഗ്രേഷന് ഹണി റോസിനെ വിളിക്കുന്ന ആളുകൾ ഇനി വിളിക്കാതിരിക്കുക. കാരണം ഇവരെ വിളിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പോലും ഇവരെ വിളിച്ചതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ വിളിക്കുന്നവർ നല്ല, അതായത് എത്രയോ മെയിൽ ആക്ടേഴ്സ് ഉണ്ട് നമ്മുടെ സിനിമയിൽ, അവരെ വിളിച്ച് ചെയ്യിപ്പിച്ചാൽ പോലെ. ആളെ കൂട്ടാനായിട്ട് ഇങ്ങനെ ലേഡി സ്റ്റാർസിനെ വിളിച്ച്, ലേഡി സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ വലിയ രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളല്ല ഹണി റോസ്. അപ്പോൾ വെറുതെ അങ്ങനെ ഒരാളെ വിളിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് സിനിമയിൽ ഇത്തിരി സ്റ്റാർഡോ ഉള്ള, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പേര് അറിയപ്പെടുന്ന ഒരാളിനെ വിളിച്ച് ചെയ്യുന്നതല്ല നല്ലത്. ഇത് കുറച്ച് ആളുകളെ കൂട്ടാനും കുറച്ച് എന്താ പറയുക ആളുകൾ വന്ന് കൂടി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഈ ഹണി റോസിനെ വിളിക്കുന്നത്. നമുക്ക് മനസ്സിലാവും, അത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു കാര്യം അത് തന്നെയായിരിക്കും. പക്ഷേ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു വെറും ഒരു പ്രസ്താവനയുടെ പേരിൽ ബോബി ചെമ്മണ്ണൂരിനെ അകത്തിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഇവർക്കെല്ലാം ഒരു സ്റ്റാഫിനെല്ലാം ക്യാഷ് സാലറി കൊടുക്കേണ്ട ആളുമാണ്. അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ഇത്രയും നാളൊക്കെ ജയിലിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൗരന് അവർക്ക് വേണ്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന പറയുള്ളൂ. അദ്ദേഹം ഒരു കൊലപാതകയോ അദ്ദേഹം ഒരാളെ കൊന്നിട്ട് മുൻപ് കേസിലെ പ്രതിയോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, അദ്ദേഹം ആ പ്രസ്താവന തന്നെ പറയുന്നുണ്ട്. അതിനെ വളച്ചൊടിച്ചുകൊണ്ട് മാധ്യമങ്ങളാണ് ഈ രീതിയിൽ വളച്ചൊടിച്ചിരിക്കുന്നത്. പോലീസോ അല്ലെങ്കിൽ സർക്കാരോ വളച്ചൊടിച്ചു എന്നേ പറയുന്നില്ല. മാധ്യമങ്ങളുടെ ഒരൊറ്റ ഇടപെടൽ കാരണമാണ് ഈ രീതിയിലേക്ക് ഇത് വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഹണി റോസിൻ്റെ പ്രസ്താവന തീർത്തും തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് തന്നെ അറിയാം എന്താണ് സംഭവം എന്നുള്ളത്, അവർക്ക് തന്നെ അറിയാം. അവരല്ലാണ്ട് അറിയാണ്ടൊന്നുമല്ല ഈ കാര്യങ്ങളിൽ അവർ ഇടപെടുന്നത്. അപ്പോൾ എന്നിട്ട് അവർ രാഹുൽ ഈശ്വറിനെ വിമർശിക്കുന്നുണ്ട്. എതിർത്ത് പറയുന്ന എല്ലാവരെയും വിമർശിക്കാനായിട്ട് അവർക്കൊരു കഴിവ് അവർക്ക് എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. അവർ രാഹുൽ ഈശ്വറിനെ പറയുന്നത് അമ്പലത്തിൽ കയറുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കുമെന്ന്. അമ്പലത്തിൽ ആദ്യം പോയാലേ ഹണി റോസെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അമ്പലത്തിൽ ഒരു ഡ്രസ് കോഡ് ഉണ്ടെന്നുള്ളത്. അത് പുരുഷനാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഡ്രസ് കോഡുണ്ട്. അതിന് ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്ര ആചാരങ്ങൾ പഠിക്കണം. അതല്ലാണ്ട് നമ്മൾ അതിനെപ്പറ്റി വിമർശിക്കാൻ നിൽക്കരുത്. എതിർത്ത് പറയുന്നവരെ എല്ലാം ജയിലിലാക്കാമെന്നുള്ളൊരു വ്യാമോഹവുമുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാനത്താണോ ഞാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാനത്തൊന്നുമല്ല. ഞാൻ ഒരു സാധാരണ ഒരു പൗരൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. ബോബി ചെമ്മണ്ണൂർ ഒരു സാധാരണ പൗരൻ തന്നെയാണ്. അപ്പം ആ ഒരു സാധാരണ പൗരൻ ഒരു കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു തമാശ രൂപേണ പറഞ്ഞൊരു കാര്യം, അത് അവിടെ വെച്ച് അതിനെ സീരിയസ് ആയിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയായിരുന്നു. അത് മോശമായി പോയി പറയേണ്ട സ്ഥാനത്ത് പോയിട്ട് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് പിന്നീടുണ്ടായ ഇടപെടലുകൾ തന്നെയാണ്. അത് നമുക്കറിയാൻ പറ്റും ഇവരുടെ ഈ സംസാരത്തിലും ഇവരുടെ പിന്നീടുള്ള ഓരോ പോസ്റ്റുകളുടെയും ബേസ് ചെയ്തിട്ട്. അപ്പം എനിക്കിത്ര പറയാനുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡുകളിൽ, പോലീസിൻ്റെയോ സർക്കാരിൻ്റെയോ സ്റ്റാൻഡുകളിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതിന് മുൻപുണ്ടായിട്ടുള്ള ഓരോ കേസുകളിലും ഓരോ പാർട്ടികളുടെയും അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്തുള്ള ആളുകളുടെയും പല സംഭവങ്ങളുണ്ടായപ്പോഴും സർക്കാർ കാണിച്ച മൗനവും ഈ ഒരു വിഷയത്തിൽ സർക്കാർ കാണിച്ച ഒരു പെട്ടെന്നുള്ള ഇടപെടലും എന്തിനെ ബേസ് ചെയ്ത് നിൽക്കുന്നു നമുക്ക് മനസ്സിലാവും. കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പം മറയ്ക്കാനായിരിക്കും, കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പം ഓർമ്മിപ്പിക്കാനായിരിക്കാം. എന്തായാലും നമുക്കറിയില്ല, നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവം എന്നുള്ളത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഉടനെ തന്നെ പുറത്തേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ബൈ.